കണ്ട പാവക്കയുണ്ട്, പച്ചക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം കൂടി ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എല്ലാം കൂടി ഉണ്ടാക്കാൻ ഉപ്പ് തിരുമിയായിരുന്നു. അത് നല്ല പാവയ്ക്ക, കയ്പൊന്നും ഇല്ലാത്തതിന് ഞങ്ങളിപ്പോൾ 2 വട്ടത് വെറുതെ തോരൻ വെച്ചായിരുന്നു. അപ്പോൾ ഇതേതായാലും ഇപ്പം എല്ലാം കൂടി ഇത്തിരി ഇട്ട് വെക്കാം. അപ്പോൾ 2 നേരത്തെ കോല, രാത്രിത്തെ കോവും. കപ്പ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് വലിയ കപ്പയായിരുന്നു. അപ്പോൾ അതിലൊരു പകുതി കഷ്ണം ഒടിച്ചെടുത്തായിരുന്നു. പകുതി കഷ്ണം അടിച്ചിട്ട് ആ പകുതി നമ്മൾ പുഴുങ്ങിയവർ കൊത്തായിരുന്നു. അപ്പോൾ എടുത്തായിരുന്നു കുറച്ച്. ഇപ്പോൾ മണി 12 ആയല്ലോ. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കത്തിരി ഇത് വരുന്ന മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമായിട്ട് നമ്മൾ എടുത്തതാണ്. നല്ല കപ്പ നമ്മൾ കൊത്തിയരിഞ്ഞ് പുഴുങ്ങിയെടുത്തു. പിന്നെ കുറച്ച് ചാളയുണ്ട്. ഇതുണ്ട് ചാള വറുക്കാനെടുത്തത്. അപ്പോൾ ചാളയും വറുക്കാം, തോരനും. പിന്നെ പച്ചമോരുണ്ട്, പച്ചമോരും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കും. ഇന്ന് ഉച്ചക്കത്തൊക്കെ ഈ കറികളൊക്കെയാണ് നമുക്ക്. ഇപ്പോൾ തുണിയൊക്കെ എടുത്ത് ടെറസിൻ്റെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലെന്ന് പറഞ്ഞപ്പോൾ പൊരിഞ്ഞ വെയിലാണ്. ആ വെയിലത്താണ് ഞാൻ വിരിക്കാൻ വരുന്നത്. കണ്ടോ, രാവിലെ പിള്ളേരെ അലക്കിയൊക്കെ വിരിച്ചിട്ടേക്ക് ഇവിടെ. കണ്ടോ, അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിക്കുന്നത് കണ്ടോ. നമ്മുടെ കൃഷികളൊക്കെ നോക്കി പിള്ളേർ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ തുണി വിരിക്കട്ടെ. തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കുറേ വളർന്നു. ചെടികളല്ല, കൃഷിയുടെയൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണം. നോക്കിക്കൊണ്ട് പിടിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇത് മത്തേണ കുമ്പളമാണെന്ന് പറഞ്ഞോളൂ. ഇത് പിടിച്ചിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, കയറി മേപ്പോട്ട് പോകണേ. കണ്ടോ, ഇതിൻ്റെ അകത്ത് നിറച്ച് നിൽക്കണം. കണ്ടോ, ഇത് മറ്റേ വെറ്റില ചെടി നമ്മൾ പണ്ട് സ്ലേറ്റൊക്കെ മായ്ച്ച് വെച്ചതാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും വേണമെങ്കിൽ. സ്ലേറ്റ് മായ്ക്കണ പച്ച വെറുതെ ഞങ്ങൾ കളയണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാണ്. അതുകൊണ്ട് പിന്നെ കോവലൊക്കെ ഓരോന്നൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാവ് മുളച്ച് വരുന്നുണ്ട്. അതൊക്കെ വെറുതെ മുളയ്ക്കുക. ടെറസിൻ്റെ മുകളിൽ ഏതായാലും ചക്ക ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഏതായാലും ഇപ്പം ഞാൻ അഴയെ കിടന്ന തുണിയൊക്കെ വാരി പൊത്തിയെടുത്ത് പോന്നുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വെയിലും പോയി. ഇപ്പോൾ വെയിൽ കുറഞ്ഞിപ്പോൾ. നേരത്തെ നല്ല വെയിലായിരുന്നു കയറിയപ്പോഴത്തേക്ക്. ഇപ്പോൾ വെയിൽ മങ്ങിയപ്പോൾ. കുഞ്ഞിച്ചാള വറുക്കാൻ വെക്കണേണ്. കുഞ്ഞിച്ചാള എല്ലാം ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നു. ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഉപ്പിട്ട് ഇത് നമ്മൾ ഇളക്കിട്ട്. അപ്പോൾ നമുക്കിത് എന്തായിരുന്നു നോക്കാം. നമുക്ക് ഉണ്ടോ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊല്ലമുളക് ഇട്ട് കൊടുക്കാം. ഇടിച്ച മുളക് ഉണ്ടല്ലോ, ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് തേങ്ങ. ഒന്നുകൂടി ഉണ്ടങ്ങ് അടച്ച് വെച്ചാൽ മതി. ഇപ്പം ഞങ്ങളുടെ മീനും റെഡിയായി, പാവയ്ക്ക റെഡിയായി. ഇനി ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഇത്തിരി വേപ്പില തിരുമ്മി ഇടണം. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജോലി ഞങ്ങളുടെ അടി. ഇനിയിപ്പം ഞങ്ങൾക്ക് ചോറുണ്ടാവും ഇനിയിപ്പം. അപ്പം ഞാൻ ചോറിനാൻ കൂടിയാണ്. ഇന്നിപ്പോൾ ചോറ് കൊച്ചിനൊക്കെ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് എനിക്ക് ചോറെടുക്കണം. പിന്നെ ചമ്മന്തി ഉണ്ട്. ചമ്മന്തി രാവിലെ അരച്ച ചമ്മന്തിയാണ്. പിന്നെ നമ്മുടെ പാവക്ക ഇപ്പം ഉണ്ടാക്കിയായിരുന്നല്ലോ. പാവക്ക തോരൻ ഉണ്ടാക്കിയില്ല, അതെടുത്ത്. പിന്നെ നമ്മൾ നെല്ലിക്ക എടുക്കണം. ഒരു നെല്ലിക്ക എടുത്ത് പിന്നെ നമ്മുടെ മോരെടുക്കണം. മോര് പിന്നെ നമുക്കൊന്നുമില്ല. പിന്നെ ഉണ്ട് രാവിലത്തെ പീച്ചിങ് ഉണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ പീച്ചിങ്ങും വെളുക്കുവൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിള്ളേർക്ക് ചോറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാന്താരി മുളകുണ്ട്. നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കണ കാന്താരി മുളക്. ഇതുണ്ട്, ഉപ്പിലിട്ട് വെച്ച കാന്താരി മുളക്.
ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഇതൊക്കെയാണ് മുളക്, പീച്ചിങ്ങ, നെല്ലിക്ക, തോരൻ, മോര്, ചമ്മന്തി. ചോറുണ്ടിരുന്നപ്പോഴത്തേക്കും പുറയിൽ ഉപ്പം കരയണമായിട്ടായിരുന്നു. അപ്പോൾ അന്നൊന്ന് വീഡിയോ എടുക്കാമെന്നോർത്ത് ഓടിച്ചെന്ന്. വാഴമേലായിരുന്നത് സാധനം. ഞാൻ ഫോണും കൊണ്ട്